വിശ്വാസത്തിലായിരുന്നു ആദ്യം മുതൽ സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. മുഖ്യമന്ത്രിയും പാർട്ടിയുമായി ആലോചിച്ച മന്ത്രി DGPക്ക് പരാതി നൽകിയതോടെ ബാർക്കോഴ ആരോപണത്തിൽ അന്വേഷണത്തിന് കളമൊരുങ്ങി. വെളിപ്പെടുത്തൽ നടത്തിയ അനിമോനെ കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചനയാവും അന്വേഷിക്കുക. മദ്യനയത്തിലെ മാറ്റത്തെക്കുറിച്ച് ആലോചന പോലും നടന്നിട്ടില്ലെന്ന് അവകാശപ്പെട്ടാണ് ഡ്രൈഡേ ഉൾപ്പെടെ ഒഴിവാക്കുന്നതിനുള്ള പ്രത്യുപകാരമാണ് കോഴയെന്ന ആരോപണത്തെ മന്ത്രിയും CPM-ഉം പ്രതിരോധിക്കുന്നത്. പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെന്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചു. പണ്ട് KM മാണിയെ വേട്ടയാടിയ ഒരു സർക്കാരാണ് ഇപ്പോഴത്തെ സർക്കാർ. നമുക്കറിയാം, അന്ന് ബെഞ്ചിലൂടെ കയറിയതും മറ്റേ ഇതൊക്കെ ചവിട്ടി പൊളിച്ച് കളഞ്ഞതും, എന്താണ് കമ്പ്യൂട്ടർ ഇതൊക്കെ ചവിട്ടി, അങ്ങനത്തെ ശിവൻകുട്ടിയടക്കം അങ്ങനത്തെ സർക്കാരാണ്. ഇപ്പോൾ വീണ്ടും ബാർ കോഴ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. ഈ സർക്കാർ സത്യം പറഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു. ഈ പ്രതിപക്ഷം പറയുന്നത് വെറുതെ അല്ല. കാരണം ഇതല്ലേ കാണിക്കുന്നത്. ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ ഒരു ഗോവിന്ദൻ മാഷുണ്ട്. ഗോവിന്ദൻ മാഷ് കുറേ തള്ളലുകളിലും അവസാനം എന്തു വന്നാലും വന്നെത്തുന്നത് മന്ത്രിസഭയിലെ ഈ പറഞ്ഞ അഴിമതിയാണ്. അപ്പോൾ അത് ശക്തമായ ലെവലിൽ അഴിമതി ആരോപണം തന്നെയാണ് ബാർ കോഴ വിവാദം. ഈ സർക്കാരിനെ സംബന്ധിച്ച് നാളിതുവരെ നമുക്കറിയാം, ഓരോ ദിവസവും ധൂർത്തും അഴിമതിയുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭരണം എങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷനുമില്ല. മറ്റേ ക്ഷേമ പെൻഷൻ കാത്ത് പ്രതീക്ഷിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു, അമ്മൂമ്മമാരും. ഇപ്പോൾ അവർക്ക് പ്രതീക്ഷയും പോയി. ഇപ്പോൾ കൈക്കൂലി കേസാണ്. എവിടെ തിരിഞ്ഞാലും വിവാദങ്ങളാണ്. എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു ബാറിൻ്റെ ഉടമ പറയുന്നത്. ഇന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽ സണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. മാറി വേറൊരാളായി. ബിജു രമേശ് എന്ന് പൊട്ടിപ്പുറപ്പെട്ടത് നന്നായിട്ട് അന്ന് മനോരമ ചാനലാണ് അത് കുത്തിപ്പൊക്കിയത്. മനോരമ ചാനലിലൂടെ അന്ന് പറഞ്ഞു, ഞാൻ ആ ഇത് കണ്ടതാണ്. ഇപ്പോൾ വേറൊരാളായി. എന്തായാലും അഴിമതി കൂത്തരങ്ങാണ്. ഇത് പറയുമ്പം ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഭരണം ഇവിടെ എത്തി നിൽക്കുന്നു. ഈ ഭരണത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലായി പോകുന്ന ഒരവസ്ഥയാവും. ഇത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പശ്ചിമ ബംഗാളിലും ത്രിപുര എങ്ങനെയായി അതുപോലെ ഇല്ലാതാവും ഈ പാർട്ടി. ഇതിൻ്റെ പോക്കതാണ്. സഹാവിന് പിണറായി വിജയൻ സഹാവിനെ സംബന്ധിച്ചാണെങ്കിൽ ഇതിനൊന്നും നേരമില്ല. പുള്ളി വന്ന വരവ് നല്ലതായിരുന്നു, പക്ഷേ ആ വരവെല്ലാം പോയി. ഇപ്പോൾ വന്ന് ഇങ്ങനെയായി.